ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ പരിചയപ്പെടുത്താനുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ സുന്ദരിമണികളെയൊക്കെ നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാമല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് വന്നിട്ടുള്ള നമ്മുടെ സുന്ദരി മണികളെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്ന കല്യാണിനെയാണ്. ഇത് നമ്മുടെ കല്യാണിക്ക് വന്ന സമയത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ. നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ പിന്നെ ഞാൻ അവളെ ഇങ്ങനെ തൊട്ട് തലോടിയൊക്കെ ഒതുക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ രണ്ടാളും സെറ്റാണ്, നല്ല സ്നേഹമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണി കേട്ടോ. കല്യാണി നല്ലൊരു എരുമയാണ്, പാവാണ് കേട്ടോ. 6.5 ലിറ്റർ പാലാണ് കല്യാണിക്ക് രാവിലെ കിട്ടുന്നത്. ഉച്ചരിഞ്ഞിട്ട് ഒരു 4 ലിറ്റർ പാലാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ നമുക്കുള്ളത് നീലിയാണ്. നീലി വന്നപ്പോൾ തൊട്ടിട്ട് ഭയങ്കര പാവാണ്, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു മോളാണ് കേട്ടോ. നല്ല ഒതുക്കൊക്കെ ഉള്ള, നല്ല ആർക്ക് വേണമെങ്കിലും പോയിരുന്ന് കറക്കാം, ഒരു ശല്യമില്ല, ഒരു പാവം പിടിച്ച മോളാണ് കേട്ടോ നീലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവളുടെ പേരാണ് കേട്ടോ നീലി എന്നാണ് നമ്മൾ ഇവളെ വിളിക്കുന്നത്. നല്ല സ്നേഹമുള്ള നല്ല പാവെരുമയാണ്. പിന്നെ ഇവർ രണ്ടുപേരും ഇപ്പോൾ പുതിയത് വന്നതാണ്. അപ്പോൾ ഇവരേനിപ്പോൾ ഇവളേനെ ഇപ്പോൾ കൊടുത്തു. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ആയില്ല. വന്ന് പിറ്റത്തെ ദിവസം തന്നെ അവൾ പോയിട്ടുണ്ട്. ഇത് നമ്മുടെ പുതുതായിട്ട് വന്ന കുട്ടി കുറുമ്പിയാണ് കേട്ടോ. അപ്പോൾ കുട്ടി കുറുമ്പിക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണ്. മൂക്കയറൊക്കെ അയച്ചിട്ടിട്ട് പോയിട്ട് പിടിച്ചിട്ട് മൂക്കയറൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ദേഷ്യം അവൾക്ക് ഇപ്പോൾ നമ്മളോടുണ്ട്. ഇന്ന് മുതലൊക്കെ ശരിയായിട്ടോ. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു എരുമയാണ്. ഇവൾക്കും 5 ലിറ്റർ പാലുണ്ട്, ഉച്ചയിലിട്ട് ഒരു 2.5 ലിറ്റർ പാലുണ്ട് കേട്ടോ. പിന്നെ നമുക്കുള്ളത് വെള്ളിക്കണ്ണിയാണ്. വെള്ളിക്കണ്ണി നമ്മുടെ വീട്ടിലെ കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. നമ്മുടെ മോള് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നെ വെള്ളിക്കണ്ണി എന്നാണ് വിളിക്കുന്നത്. വെള്ളിയുടെ കണ്ണാണ് കേട്ടോ അവൾക്കുള്ളത്. അപ്പോൾ അവൾ ചെനയാണ് പ്രസവിക്കാൻ. ഇനി ഏകദേശം അധികം സമയമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പ്രസവത്തിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ചീരുവാണ്. ചീരുവിനെന്ന് വെച്ചാൽ മൂക്കയറിൻ്റെ ഒന്നും ആവശ്യമില്ല, അത്രയും പാവം പശുവാണ്. ഭയങ്കര ഹൈറ്റുള്ള പശുവാണ് കേട്ടോ. ഒരു 7 അടി ഹൈറ്റൊക്കെ ഉണ്ടാവും. പക്ഷേ പാവം പിടിച്ച പശുവാണ്, മൂക്കയറിൻ്റെ ഒന്നും ആവശ്യമില്ല, അത്രയും പച്ച പാവാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ പോയിരുന്നു വേണമെങ്കിലും കറക്കാം, അവൾ പാല് തരും. അങ്ങനത്തെ ഒരു പാവം പിടിച്ച പശുവാണ്. അപ്പോൾ അവൾക്ക് രാവിലെ 7 ലിറ്റർ പാലും ഉച്ചരിഞ്ഞിട്ട് ഒരു 4.5 ലിറ്ററോളം പാലാണ് ഇപ്പോൾ നിലവിൽ കറക്കുന്നത്. അപ്പോൾ ഇവരെന്നെയൊക്കെ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്ത് ഇവരെ 2 പേരിനെയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെക്കുറിച്ച് പറയുന്നില്ല. ഇവരൊരു ചെനപ്പശു ആയിരുന്നു, നല്ലൊരു പശുവായിരുന്നു, വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു മോളായിരുന്നു കേട്ടോ. എന്താ പറയുക, കാണാനായാലും നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള പശുവാണ്. പക്ഷെ അവൾക്ക് 5 മാസം ചെന ഉണ്ടായിരുന്നു. 5 മാസം ചെനയും പാലൊരു 2 ലിറ്ററോളം പാലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല മടിയും കാമ്പൊക്കെ ആയിരുന്നു, നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവളെ കൊടുത്തത് കൊണ്ട് മാത്രം പിന്നെ ഞാൻ അതിനെക്കുറിച്ചിട്ട് പിന്നെ പറയുന്നില്ല. അപ്പോൾ എരുമകൾ നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് സ്ഥിരമുള്ള സുന്ദരിമണികളെയാണ് നമുക്ക് അത്രയും സ്നേഹമാണ് കേട്ടോ. നമ്മുടെ മക്കളെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇവരുടെ അടുത്താണ് സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരായിട്ട് കുറച്ചും കൂടി അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. അപ്പോൾ അത്രയും സ്നേഹമാണ് ഇവർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ചിരു വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല സ്നേഹമാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും അവളെന്നെ ചെയ്യാം. അവൾ കിടക്കുകയാണെങ്കിൽ അവളുടെ മേത്ത് പോയിട്ട് കിടന്നാലും അവളൊന്നും ചെയ്യില്ല. അത്രയും നല്ലൊരു മോളാണ് ചീരുവിൻ്റെ മടിയും കാമ്പായാലും നല്ല സോഫ്റ്റ് മടിയും കാമ്പാണ്. നല്ല ഫസ്റ്റത്തെ പ്രസവത്തിലും രണ്ടാമത്തെ പ്രസവത്തിലൊക്കെ 20 ലിറ്റർ പാല് കറന്നിട്ടുള്ള പശുവാണ് കേട്ടോ. രാവിലെ മാത്രം അത്രയും പാലുള്ള പശുവാണ്. കൃഷ്ണഗിരി പശുവാണ്. ബാക്കി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, വലിയ ഹൈറ്റ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ സുന്ദരിമണികളൊക്കെ പുല്ലൊക്കെ തിന്ന് നല്ല മക്കളായിട്ട് നിൽക്കുകയാണ് കേട്ടോ, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ വീട്ടിലെ സുന്ദരി മണികളായിട്ട് നിൽക്കുന്നവർ. അപ്പോൾ ഇവരിനൊന്നും നമ്മളങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇവരുടെ കുട്ടി കുറുമ്പന്മാരനെ ഒന്ന് പരിചയപ്പെട്ടാലോ. ഇവർക്ക് കുറച്ച് കുസൃതി കൂട്ടങ്ങളുണ്ട്. അവരെ അഴിച്ചു വിടാറൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ കെട്ടിയിടലാണ് പതിവ്. അപ്പോൾ ഇതാണ് നമ്മുടെ നീലിയുടെ മോളാണ് കേട്ടോ. ഇത് കല്ലു എന്നാണ് വിളിക്കുക, കല്ലുമണി. ഇത് നമ്മുടെ കണ്ണപ്പനാണ്. കണ്ണപ്പന് കുറച്ച് കുറുമ്പ് കൂടുതലാണ് കേട്ടോ. കല്യാണിയുടെ മോനാണ്. അപ്പോൾ ഭയങ്കര കുറുമ്പാണ്. ഇത് നമ്മുടെ മാത്തന് നല്ല സ്നേഹമാണ് കേട്ടോ. നമ്മുടെ മോനെ പോലെ തന്നെ അത്രയും സ്നേഹമാണ്. നമ്മൾ അടുത്ത് ചെന്ന് അവൻ മടിയിൽ തല വെച്ച് കിടക്കലും വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കലൊക്കെ ആയിട്ട് നല്ലൊരു സുന്ദര കുട്ടപ്പനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ള അതിഥികൾ.